കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺവൈസ് അവതരിപ്പിക്കുന്ന ഇഗ്നോ ഫോക്കസ് 4.0. ലേൺവൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ഇഗ്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് 4.0യിലൂടെ ഇഗ്നോ ഡിഗ്രി PG പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽഗോരിതംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രിഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു. ഇഗ്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടങ്ങിയ PDF ഫയലുകൾ ലേൺവൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ്. ലേൺവൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കുക. അവിടെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക. 75 92 93 96 16 എന്നതാണ് നമ്പർ. ഒന്നുകൂടെ പറയാം, 75 92 93 96 16. അപ്പോൾ വരുന്ന ഇഗ്നോ എക്സാംസിന് എല്ലാ ലേണേഴ്സിനും എല്ലാവിധ ആശംസകളും നേരുന്നു. ഓൾ ദി ബെസ്റ്റ്. വെൽക്കം ബാക്ക് ടു ഇഗ്നോ ഫോക്കസ് 4.0 പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ്. ഇഗ്നോ മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഒരു അനാലിസിസ് സെഷൻ ആണ് നമ്മളിപ്പോ കണ്ടക്ട് ചെയ്യാൻ പോകുന്നത്. അതില് മാത്തമാറ്റിക്സ് MSc മാത്തമാറ്റിക്സ് വിത്ത് കമ്പ്യൂട്ടർ ആപ്ലിക്കേഷന്റെ MMT 004 റിയൽ അനാലിസിസ് എന്ന് പറയുന്ന പേപ്പറിന്റെ ഒരു അനാലിസിസ് ആണ് നമ്മൾ എടുക്കാൻ പോകുന്നത്. സോ MMT 004 റിയൽ അനാലിസിസ് മാസ്റ്റർ ചെയ്തിട്ടുള്ള ലേണേഴ്സ്, അതായത് നമ്മുടെ പണ്ടത്തെ ടെർമിനൽ എൻഡ് എക്സാമിനേഷന്റെ TEEയുടെ പ്രിപ്പയർ ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ കണ്ടക്ട് ചെയ്യുന്നത്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും അതുപോലെ തന്നെ സിലബസും നമ്മൾ ഈക്വലി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് അതിൽ മോസ്റ്റ് റെക്കറിംഗ് ആയിട്ടുള്ള ടോപ്പിക്സ്, ഹൈ ഈൽഡ് ആയിട്ടുള്ള ടോപ്പിക്സ്, ക്വസ്റ്റ്യൻസ്, ഇതൊക്കെ നമ്മൾ ഈ ഒരു സെഷനിലായിരിക്കും ഡിസ്കസ് ചെയ്യുന്നുണ്ടാവുക. അപ്പോ അതൊക്കെയാണ് നമ്മുടെ ഈ ഒരു സെഷന്റെ ഒരു ഓവറോൾ ഐഡിയ എന്ന് പറയുന്നത്. സോ നമ്മൾ ഈ സെഷനിൽ എന്തൊക്കെയാണ് നോക്കാൻ പോകുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് വൺ ഇസ് സിലബസ് മാപ്പിംഗ്. സിലബസ് മാപ്പിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി നിങ്ങളുടെ പേപ്പർ ബ്ലോക്സ് ആയിട്ടും യൂണിറ്റ് ആയിട്ടും ഡിവൈഡ് ചെയ്തിട്ടാണ് ഒഫീഷ്യൽ സിലബസ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഇതിൽ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഏതൊക്കെയാണ് ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടൻസ് ഉള്ളത്, ഏതൊക്കെ ഏരിയാസിൽ നിന്നാണ് കൂടുതൽ ഫ്രീക്വൻസിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് എന്നനുസരിച്ചിട്ട് പ്രയോറിറ്റൈസ് ചെയ്ത് ഹൈ മീഡിയം ലോ എന്നുള്ള രീതിയിൽ പ്രയോറിറ്റി ലിസ്റ്റ് ഉണ്ടാക്കിയിട്ട് സ്റ്റുഡൻസിന് ഒരു സ്റ്റഡി ഫ്ലോ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതായത് ഇനി അങ്ങോട്ട് നമുക്ക് മൊത്തത്തിൽ ചാപ്റ്റർ പഠിച്ച് എടുക്കുക എന്നുള്ളത് ഒരു ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ആണല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോഴത്തേനും നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിലബസ് മാപ്പിംഗ് ചെയ്യുന്നത്. നെക്സ്റ്റ് ഇസ് എക്സാം പാറ്റേൺ അനാലിസിസ്. എക്സാം പാറ്റേൺ അനാലിസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ, നിങ്ങളുടെ പെർട്ടിക്കുലർ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് കൂടുതൽ തവണ ചോദിച്ചിരിക്കുന്നത്, ഏതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് എങ്ങനെയാണ് നിങ്ങൾ എഴുതേണ്ടത്, എങ്ങനെയാണ് അതിന്റെ മാർക്ക് അലൊക്കേഷൻ ട്രെൻഡ്സ് ഒക്കെ വരുന്നത് എന്നുള്ള കാര്യങ്ങൾ, ഷോർട്ട് ആൻസർ ആണോ ലോങ് ആൻസർ ആണോ എക്സ്പെക്ട് ചെയ്യുന്നത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എക്സാം പാറ്റേൺ അനാലിസിസിൽ നമ്മൾ ചെയ്യുന്നത്. Then we will be moving on to recurring questions review. ഏറ്റവും കൂടുതൽ ചോദിച്ച് ഉള്ള ക്വസ്റ്റ്യൻസ്, അതായത് ഹൈലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ഫ്രീക്വന്റ്ലി ആസ്ഡ് ആയിട്ടുള്ള FAQs, PYQs എന്ന് നമ്മൾ സെലക്ട് ചെയ്തിട്ട് അത് ഏതൊക്കെ പാർട്ട് എന്നാണെന്നുള്ളത് സെഗ്രിഗേറ്റ് ചെയ്തെടുക്കുന്നതിനാണ് റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് റിവ്യൂല് നമ്മൾ ചെയ്യുന്നത്. Then we'll go for the topic probability and predictions. അപ്പൊ ഈ ജൂൺ ടെർമിനൽ എൻഡ് എക്സാമിനേഷനിലേക്ക് ഏറ്റവും കൂടുതൽ പ്രോബബിൾ ആയിട്ടുള്ള ടോപ്പിക്സ്, അതായത് ഈ ട്രെൻഡ്സ് ഒക്കെ വെച്ചിട്ട് ഇനി ഏത് ടോപ്പിക് ആയിരിക്കും വരുന്നുണ്ടാവുക എന്നുള്ളൊരു പ്രോബബിലിറ്റി പ്രഡിക്ഷൻസ് നമ്മൾ ഇതിനെ ബേസ് ചെയ്തിട്ട് ചെയ്യുന്നുണ്ട്. ദെൻ വിൽ ബി പ്രൊവൈഡിങ് ആ മോക്ക് പ്രിഡിക്റ്റീവ് പേപ്പർ, അതായത് ഈ ഒരു ട്രെൻഡ് യൂസ് ചെയ്തിട്ട് നമ്മളൊരു പ്രിഡിക്റ്റീവ് പേപ്പർ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ് ചെയ്യുന്നത്. ഒരു പ്രെഡിക്റ്റീവ് പേപ്പർ നമ്മൾ കൊടുക്കും. ദെൻ മോഡൽ ആൻസേഴ്സ് ആൻഡ് മാർക്കിംഗ് സ്കീം, അതിന്റെ ആൻസേഴ്സും മാർക്കിംഗ് സ്കീമും തരും. അപ്പൊ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും how you are going to check that model predictive paper. അപ്പൊ നിങ്ങൾ വിചാരിക്കും, ഓക്കെ ഞാൻ ഇത്രയും എഴുതിയത് കൊണ്ട് എനിക്ക് എന്തുകൊണ്ട് മാർക്ക് കിട്ടുന്നില്ല. സോ മാർക്കിംഗ് സ്കീം അനുസരിച്ചിട്ട് എങ്ങനെയാണ് നിങ്ങൾ ഒരു പേപ്പറിനെ പ്രിപ്പയർ ചെയ്യേണ്ടത് എന്നുള്ളത് ഇതിനകത്ത് നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും. പിന്നെ അടുത്തത് മെത്തഡോളജി കോൾ ഔട്ട് ആണ്. മെത്തഡോളജി കോൾ ഔട്ട് ഇൻ ദ സെൻസ്, ഇനി നിങ്ങൾ ഏത് മെത്തേഡ് യൂസ് ചെയ്ത് പഠിച്ചാലാണ് കുറച്ചും കൂടെ നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാനായിട്ടും കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനായിട്ടും അതുപോലെ തന്നെ നല്ല രീതിക്ക് ഫുൾ ഓഫ് ചെയ്യാനായിട്ട് പറ്റുക എന്നുള്ളത് മെത്തഡോളജി കോൾ ഔട്ടിലാണ് നമ്മൾ പറഞ്ഞു തരുന്നത്. സോ ദ ഫസ്റ്റ് വൺ ഇസ് സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്സ്, യൂണിറ്റ്സ്, ടോപ്പിക്സ് വിത്ത് എക്സാം റെലവൻസ്. ഇപ്പൊ നമ്മുടെ ഈ ഒരു ടേബിൾ കണ്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും, ബ്ലോക്ക് 3 മെഷർ ആൻഡ് ഇന്റഗ്രൽ എന്ന് പറയുന്ന ടോപ്പിക്കില് 47 ക്വസ്റ്റ്യൻസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മെട്രിക്സ് സ്പേസസ് ആണ്. ദെൻ കംസ് ദ കാൽക്കുലസ് ഇൻ RN സ്പേസ്, R⁴ സ്പേസിലുള്ള കാൽക്കുലസ് മെട്രിക്സ് ആണ് ഏറ്റവും കൂടുതൽ വന്നിരിക്കുന്നത്. അപ്പൊ ബ്ലോക്ക് 3ക്കാണ് ഏറ്റവും ഇമ്പോർട്ടൻസ്, ദെൻ ഫോർ ദ ബ്ലോക്ക് 1 ആൻഡ് ദെൻ ഫോർ ദ ബ്ലോക്ക് 2.
അപ്പൊ നമ്മുടെ ഈ ഒരു എന്താ പറയാ ഈ ഒരു പാരഗ്രാഫ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യാതെ പഠിക്കേണ്ട ഒരു ബ്ലോക്കാണ് ബ്ലോക്ക് 3 എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതാണ് മെട്രിക് സ്പേസസ് ആയിട്ടുള്ള ബ്ലോക്ക് 1 എന്ന് പറയുന്നത്. അത് ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ നിങ്ങൾ നോക്കിയാൽ മനസ്സിലാവും 38, 33 എന്ന് പറയുന്ന ചെറിയ ഡിഫറൻസ് മാത്രമേ ബ്ലോക്ക് 1ലും ബ്ലോക്ക് 2ലും ഉള്ളൂ. ഈക്വലി ഇമ്പോർട്ടന്റ് ആണ് ഈ രണ്ട് ബ്ലോക്ക് എന്നുള്ളതാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഫ്രീക്വന്റ്ലി ആസ്ക്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമ്മുടെ ബ്ലോക്ക് 3ലാണ് വരുന്നത് എന്നുണ്ടെങ്കിലും ബ്ലോക്ക് 1ഉം ബ്ലോക്ക് 2ഉം ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ഇനി ഇതൊരു ഹീറ്റ് മാപ്പ് ആണ്. ഹീറ്റ് മാപ്പ് ഇൻ ദ സെൻസ് ഇതില് ഡാർക്കർ കളർ ഷോ ചെയ്യുന്നത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ എക്സ്പെക്ട് ചെയ്യാവുന്ന യൂണിറ്റ്സ് ബ്ലോക്ക് ഒക്കെയാണ്. പിന്നെ അത് ലൈറ്റർ ഷെയ്ഡിലേക്ക് പോകും. അപ്പൊ ഇതിനകത്ത് നമുക്ക് നോക്കുമ്പോഴത്തേക്കും 15 എന്ന് പറയുന്ന ഒരു ബാർ, 15 നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ 15 എന്ന് പറയുന്ന ബാർ വന്നിരിക്കുന്നത് നമ്മുടെ ബ്ലോക്ക് 3ലെ യൂണിറ്റ് 9 ആണ്. അപ്പൊ ബ്ലോക്ക് 3ലെ യൂണിറ്റ് 9 അത്രയും ഇമ്പോർട്ടന്റ് ആണെന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. പിന്നെയുള്ളത് ബ്ലോക്ക് 3ലെ യൂണിറ്റ് 8 ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. ദെൻ ഗോസ് ദ ബ്ലോക്ക് 2ലെ യൂണിറ്റ് 5 13 വരുന്നുണ്ട്. പിന്നെ 11 എന്ന് പറയുന്നതിൽ വരുന്നത് ബ്ലോക്ക് 2ലെ യൂണിറ്റ് 6 ആണ്. പിന്നെ 10 എന്ന് പറയുന്ന രീതിയിൽ പിന്നെ 9, 9, 8 അങ്ങനെയുള്ള രീതിയിൽ അതിന്റെ ട്രെൻഡ് കുറഞ്ഞു വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യാതെ പഠിക്കേണ്ടത് ബ്ലോക്ക് 3ലെ യൂണിറ്റ് 8 and 9 ആണ്, along with ബ്ലോക്ക് 2ലെ യൂണിറ്റ് 5. അത് നല്ല ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇതില് സ്കോറിംഗ് ക്രൈറ്റീരിയ നമ്മൾ കൊടുത്തിരിക്കുന്നത് ഹൈ, മീഡിയം, ലോ എന്നുള്ള രീതിയിലാണ്. അതായത് ഒരു 10 പ്രാവശ്യമൊക്കെ അപ്പിയർ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് ഹയർ പ്രയോറിറ്റി കൊടുത്തിട്ടുണ്ട്. ഒരു 5 to 9 ആണെന്നുണ്ടെങ്കിൽ നമ്മൾ അതിന് മീഡിയം പ്രയോറിറ്റി, ലോ ആണെന്നുണ്ടെങ്കിൽ അതായത് 5ന് താഴെയാണെന്നുണ്ടെങ്കിൽ ലോ പ്രയോറിറ്റി ആണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ബ്ലോക്ക് 1ലെ യൂണിറ്റ് 2 സീക്വൻസസ്, കൺവേർജൻസ് ആൻഡ് കോഷി എന്ന് പറയുന്ന ആ സബ് ടോപ്പിക്സ് ഏറ്റവും കൂടുതൽ അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. ഇറ്റ് ഇസ് ഹാവിംഗ് ആ ഹയർ റെലവൻസ്. ദെൻ നമ്മൾ നോക്കുമ്പോൾ യൂണിറ്റ് 4ലെ കണക്റ്റഡ്നെസ്, പാത്ത് കണക്റ്റഡ്നെസ്, കമ്പോണൻസ്, അങ്ങനെ ആ കണക്ടിവിറ്റിയുടെ വരുന്ന ആ ഒരു ഏരിയയും ഹൈ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ ബാക്കി രണ്ടിനും മീഡിയം ഇമ്പോർട്ടൻസ് ആണ് വരുന്നത്. ഈ മീഡിയം ഇമ്പോർട്ടൻസ് എന്ന് പറയുമ്പോൾ 9 തന്നെയാണ് വരുന്നത്, 9 അപ്പിയറൻസ് വരുന്നത്. സോ ദിസ് ഹോൾ യൂണിറ്റ് അല്ലെങ്കിൽ ഹോൾ ബ്ലോക്ക് നല്ല ഇമ്പോർട്ടന്റ് ആണ് വിത്ത് ദിസ് സബ് ടോപ്പിക്സ്. ഈ യൂണിറ്റ്സ് അല്ലെങ്കിൽ സബ് ടോപ്പിക്സ് ഇമ്പോർട്ടന്റ് ആണെന്നാണ് അതിന്റെ അർത്ഥം. പിന്നെ നോക്കുമ്പോഴത്തേക്കും വീണ്ടും ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ വരുന്നത് നമ്മുടെ ബ്ലോക്ക് 2ലെ ഡെറിവേറ്റീവ്സ്, പാർഷ്യൽ ഓർ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ്, പിന്നെ ഇംപ്ലിസിറ്റ് ഓർ ഇൻവേഴ്സ് ഫംഗ്ഷൻസ്, ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം, ആ ഒരു ടോപ്പിക് നല്ല ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ലെബസ്ക്യൂ മെഷറബിൾ സെറ്റ്സ്, ലെബസ്ക്യൂ ഇന്റർഗ്രൽസ്, കൺവേർജൻസ്, ഈ ലെബസ്ക്യൂന്റെ വരുന്ന മെഷർ, കൺവേർജൻസ്, ഇന്റഗ്രൽ തിയറം, ഇതെല്ലാം നല്ല ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ തന്നെ ഫൊറിയർ സീരീസും അതിന്റെ ട്രാൻസ്ഫോർമേഷൻ ഇക്വേഷനും അതും ബ്ലോക്ക് 3ൽ വരുന്ന ഹയർ ഇമ്പോർട്ടൻസ് ആണ്. പിന്നെ നോക്കുമ്പോഴത്തേക്കും അത് നോക്കൂ, ലെബസ്ക്യൂ ഇന്റഗ്രൽ 15 ടൈംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ലെബസ്ക്യൂ മെഷർ 14 ടൈംസ്. നമ്മൾ ഹൈ പ്രയോറിറ്റി ആയിട്ട് വെച്ചിരിക്കുന്നത് 10 തവണ ചോദിക്കുന്നു എന്നുള്ളതാണ്. ഇത് 10ൽ കൂടുതൽ തവണ ചോദിച്ചു കണ്ടിട്ടുണ്ട്. അപ്പൊ അത് അത്രയും ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ റിയൽ അനാലിസിസ് നോക്കുമ്പോൾ ഡോണ്ട് ജസ്റ്റ് ഇഗ്നോർ ഓൾ ദീസ് പോർഷൻസ്. ഇത് നല്ലപോലെ നിങ്ങൾ നോക്കണം എന്നുള്ളതാണ് ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ മീഡിയം പ്രയോറിറ്റിയിൽ വരുന്ന ഈ രണ്ട് ടോപ്പിക്സ്. അപ്പം ഈ ഒരു സെക്ഷൻ എടുത്ത് നോക്കുമ്പോഴത്തേക്ക് നമുക്ക് മനസ്സിലാവുന്നത് ലോ പ്രയോറിറ്റി ലിസ്റ്റിൽ ഒന്നുമില്ല. ബ്ലോക്ക് 1ഉം 2ഉം 3ഉം എടുത്ത് നോക്കുമ്പോൾ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ മാത്രമേ വരുന്നുള്ളൂ. സോ അത് നല്ല ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ആ ടോപ്പിക്സ് എല്ലാം നിങ്ങൾ നോക്കേണ്ടതാണ്. ഇനി ടോപ്പ് 3 ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ഹൈ ഈൽഡ് ആയിട്ട് വരുന്ന ടോപ്പിക്സ് ലെബസ്ക്യൂ ഇന്റഗ്രൽസും മെഷറും യൂണിറ്റ് 8 or 9 അതിൽ വരുന്നതാണ്. ഈ ടോപ്പിക്സിൽ ഡോമിനന്റ് ആയിട്ട് പാസ്റ്റ് പേപ്പേഴ്സിൽ ലോങ് ആൻസറും ഷോർട്ട് ആൻസറും അങ്ങനെ ഫൗണ്ടേഷണൽ ഇമ്പോർട്ടൻസ് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും ലെബസ്ക്യൂ ഇന്റഗ്രൽ ആൻഡ് മെഷർ എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ കാൽക്കുലസ് ഇൻ R⁻n സ്പേസ്, ഡെറിവേറ്റീവ്സ് തിയറംസ് യൂണിറ്റ് 5ഉം 6ല്. അപ്പൊ ക്വസ്റ്റ്യൻസ് ഓൺ പാർഷ്യൽ ഡെറിവേറ്റീവ്സ്, ഇൻവേഴ്സ് ഓർ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ, അപ്ലിക്കേഷൻ കൺസിസ്റ്റൻസി റെക്കർ, ഇങ്ങനത്തെ ഉള്ള കൺസെപ്ഷ്യൽ ആയിട്ടുള്ള കമ്പ്യൂട്ടേഷണൽ പ്രൊഫിഷ്യൻസി വരുന്ന ക്വസ്റ്റ്യൻസും കൂടുതൽ കണ്ടിരിക്കുന്നത് നമ്മുടെ കാൽക്കുലസ് ഭാഗത്തു നിന്നാണ്. അതായത് ഡെറിവേറ്റീവ്സ് തിയറംസ് ഒക്കെ നിങ്ങൾ ചെയ്യുന്നുണ്ടാവില്ലേ, R⁻n സ്പേസ്, R² സ്പേസ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ അത് ചെയ്ത് കണ്ടിരിക്കുന്നത്. പിന്നെ കണക്റ്റഡ്നെസ്, കോമ്പാക്ട്നെസ് എന്ന് പറയുന്ന യൂണിറ്റ് 2 and 4 അതിൽ വരുന്നത് ഫ്രീക്വന്റ്ലി എക്സാമിൻഡ് ആയിട്ടുള്ള പ്രൂഫ്സ് ആണ് അതിൽ ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മുടെ റിയൽ അനാലിസിസിൽ അപ്ലിക്കേഷൻ ടൈപ്പ് അല്ലെങ്കിൽ പ്രോബ്ലം ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഈ ഒരു ഏരിയയിൽ നിന്നാണ്, യൂണിറ്റ് 2 and 4ൽ നിന്നാണ് നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ടത്.
അപ്പൊ ഒരു അപ്ലിക്കേഷൻ ടൈപ്പ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ഫൗണ്ടേഷണൽ കൺസെപ്റ്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസോ ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു അണ്ടർസ്റ്റാൻഡ്. നിങ്ങൾക്ക് ഇപ്പൊ ആ ക്വസ്റ്റ്യൻ കണ്ടിട്ട് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ആലോചിക്കുക, നമ്മുടെ യൂണിറ്റ് 2ഓ യൂണിറ്റ് 4ഓ ആയിട്ടോ അതിന് ബന്ധമുണ്ടോ? മേ ബി അതിന് ബന്ധം ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട്. കാരണം ഏറ്റവും കൂടുതൽ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്. ഓക്കെ, നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. പിന്നെ നമ്മുടെ കോംപ്രിഹെൻസീവ് എക്സാം പാറ്റേൺ അനാലിസിസ്, ഇതൊക്കെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഇങ്ങനത്തെ ടൈപ്പ് ഒക്കെയാണ് വരുന്നത് എന്നുള്ളതാണ്. ഓക്കെ, ഇനി ട്രൂ ഓർ ഫോൾസ് പ്ലസ് റീസണിംഗ് ആണ്. വെറും ട്രൂ ഓർ ഫോൾസ് അല്ല, വെദർ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ട്രൂ ഓർ ഫോൾസ് എന്ന് ചോദിച്ചിട്ട് അതിനെ റീസണേറ്റ് ചെയ്യാനാണ് പറയുന്നത്. 2 മാർക്സ് ഈച്ച്, അതുപോലെ ഒരു 10 മാർക്സ് ഒക്കെ അതിൽ നിന്ന് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അതൊരു 30 to 50 വേർഡ്സ് മതി നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട്. അപ്പൊ നിങ്ങൾ ആദ്യം ട്രൂ ഓർ ഫോൾസ് എന്ന് മാത്രം എഴുതിയ പോരാ, അതിന്റെ റീസണും കൂടെ എഴുതണം. പിന്നെ ഷോർട്ട് ഡെഫിനിഷൻസ് ഓർ കൺസെപ്റ്റ് നോട്ട്സ്, അതൊരു 3 to 4 മാർക്സിൽ വരുന്നത്. അതിനും സെയിം തന്നെ ഒരു 50 to 80 വേർഡ്സ് ഒക്കെ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്താൽ മതി. പിന്നെ ഡയറക്റ്റ് പ്രൂഫ്സും ഡെറിവേഷൻസും, നമ്മളുടെ ഡയറക്റ്റ് ആയിട്ടുള്ള പ്രൂഫ്സ്, ഡെറിവേഷൻസ് കാര്യങ്ങളൊക്കെ 4 to 6 മാർക്സിൽ. അതിനൊരു 100 to 150 വേർഡ്സിൽ നിങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യണം. സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സ്റ്റെപ്സ് വേണം. ഡെറിവേഷൻ ആണ്, അതുകൊണ്ട് സ്റ്റെപ്പ് നിർബന്ധമാണ്. അപ്പോൾ റാൻഡം ആയിട്ട് നിങ്ങൾ ഏതെങ്കിലും ഒരു സ്റ്റാൻഡേർഡ് റിസൾട്ട് എഴുതുകയാണെന്നുണ്ടെങ്കിൽ അതൊന്ന് ബോക്സ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ദിസ് ഇസ് ഫ്രം ദ സ്റ്റാൻഡേർഡ് റിസൾട്ട് എന്ന് പറഞ്ഞിട്ട് ബോക്സ് ചെയ്യുന്നത് നല്ലതാണ്. പിന്നെ കമ്പ്യൂട്ടേഷണൽ ഓർ ന്യൂമറിക്കൽ പ്രോബ്ലംസ് 3 to 4 മാർക്സിന് അത് ചോദിച്ചു കണ്ടിട്ടുണ്ട്. 80 to 120 വേർഡ്സ് വർക്കിംഗ് വേർഡ്സ് മാത്രം പോരാ, നമുക്ക് വിത്ത് വർക്കിംഗ് സ്റ്റേറ്റ്മെന്റ്സും കൂടെ നമ്മൾ പുട്ട് ഓൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് നല്ലതായിട്ടുള്ള ഒരു കാര്യമാണ്. ഓക്കെ, പിന്നെ തിയററ്റിക്കൽ എസ്സേ, അതിന് നല്ല എക്സ്പ്ലനേഷൻ ആവശ്യമാണ്. 5 to 8 മാർക്സ് വരുന്നതാണ്. 120 to 200 വേർഡ്സ് ആണ്. വേർഡ് ലിമിറ്റിനേക്കാളും ഇഫ് ദർ ഇസ് എ ഡെറിവേഷൻ, ഡു ദാറ്റ് ഡെറിവേഷൻ മോർ ക്ലിയർലി. പ്രോപ്പർ ആയിട്ടുള്ള ഡെറിവേഷൻ എപ്പോഴും വേണ്ടത് ഒരു ഫ്ലോ ആണ്. തുടങ്ങി നിങ്ങൾ ഇന്റർമീഡിയറ്റ് സ്റ്റെപ്സ് മഗപ്പ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങൾ മാത്രം തലയിൽ മെമ്മറൈസ് ചെയ്ത് വെച്ചിട്ട് എഴുതുക എന്നുള്ളതല്ല. ഡെറിവേഷൻ എപ്പോഴും ഒരു ഫ്ലോ ഉണ്ടാവണം. ആ ഒരു ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് എപ്പോഴും നോക്കണം. പിന്നെ കേസ് സ്റ്റഡീസ് ഓർ അപ്ലൈഡ് സിനാറിയോസ്, അതൊക്കെ വളരെ റെയർ ആയിട്ട് ചോദിക്കുന്നതാണ്. ബട്ട് സ്റ്റിൽ അങ്ങനത്തെ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഉണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാണ്. അപ്ലിക്കേഷൻ ഒക്കെ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിക്കാം, ബട്ട് അത് റെയർ ആണ്. 5 to 8 മാർക്സിന് സെയിം രീതിയിൽ 120 to 80 വേർഡ്സിൽ വരുന്നതാണ്. ഓക്കെ, ഇനി ഇതെങ്ങനെയാണ് നമ്മൾ ഫോർമാറ്റ് ചെയ്യേണ്ടത് എന്നുള്ളത്. ടോപ്പ് 4 മോസ്റ്റ് ഫ്രീക്വന്റ് ടൈപ്പ് എന്ന് പറയുന്നത് ട്രൂ ഓർ ഫോൾസ് വിത്ത് ജസ്റ്റിഫിക്കേഷൻ. ഇതിൽ കൺസെപ്റ്റ്, അതായത് ഒരു മാത്തമാറ്റിക്സ് ലേണറിന്റെ കൺസെപ്ച്വൽ ക്ലാരിറ്റി ആണ് നമ്മൾ ഇതിൽ നിന്ന് ചെക്ക് ചെയ്യുന്നത്. ഇപ്പൊ കാൻഡിഡേറ്റ്സ് എന്ത് ചെയ്യണം, അതായത് നിങ്ങൾ ഇതില് ട്രൂ ഓർ ഫോൾസ് എന്ന് മാത്രം എഴുതിയാൽ പോരാ, എന്തുകൊണ്ട് ട്രൂ എന്തുകൊണ്ട് ഫോൾസ് എന്നുള്ളത് എഴുതണം. And conclusion എപ്പോഴും the statement above statement is true or the above statement is false എന്ന് തന്നെ ആയിരിക്കണം. But you have to give a brief description based on that. അത് ടിപ്പിക്കൽ ഒരു 2 per part അങ്ങനെ 2 രീതിയിൽ വരുന്നതാണ്. ഒരു 50 to നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 30 to 50 വേർഡ്സ് പെർ റെസ്പോൺസ് ആണ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇനി ഷോർട്ട് ഡെഫിനിഷൻസ് ഓർ കൺസെപ്റ്റ് നോട്ട്സ്, അതെന്ന് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫൗണ്ടേഷണൽ കൺസെപ്റ്റ്, നിങ്ങളുടെ ബേസ്, അതായത് റിയൽ അനാലിസിസിലുള്ള നിങ്ങളുടെ ബേസിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷോർട്ട് ഡെഫിനിഷൻസ് അല്ലെങ്കിൽ കൺസെപ്റ്റ് നോട്ട്സ് ഒക്കെ ചോദിക്കുന്നത്. അതിന് ചിലപ്പോൾ വല്ല പ്രോപ്പർട്ടീസോ തിയറംസോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക. പിന്നെ ചില ടോപ്പിക്സിനെ ബേസ് ചെയ്തുകൊണ്ട് വാലിഡേറ്റിംഗ് ആയിട്ടുള്ള തിയറംസോ ഡെഫിനിഷൻസോ ഉണ്ടെങ്കിൽ യു കെൻ ഇൻക്ലൂഡ് ദാറ്റ്. അപ്പൊ അത് ഇൻക്ലൂഡ് ചെയ്യുമ്പോൾ കുറച്ചും കൂടെ അപ്പീലിംഗ് ആയിരിക്കും ആൻസേഴ്സ് കാണാനായിട്ടും. അതുപോലെ തന്നെ നിങ്ങൾക്ക് ആ കൺസെപ്റ്റ് നല്ല ക്ലിയർ ആണെന്നുള്ളത് എക്സാമിനറിന് മനസ്സിലാക്കാനായിട്ടും അത് ഹെൽപ്ഫുൾ ആണ്. നിങ്ങൾക്ക് 3 to 4 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുന്നത്. 50 to ഞാൻ പറഞ്ഞല്ലോ 50 to 80 വേർഡ്സ് ഒക്കെ മതി.
വേർഡ്സിനേക്കാളും വേർഡ് കൗണ്ടിനേക്കാളും നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് മാത്തമാറ്റിക്കൽ സ്റ്റെപ്സിനാണ്. ഓക്കെ, പിന്നെ ഡയറക്ട് പ്രൂഫ്സ് ആൻഡ് ഡെറിവേഷൻസ്. ഇത് നിങ്ങളുടെ ലോജിക്കൽ അല്ലെങ്കിൽ മാത്തമാറ്റിക്കൽ റിഗർനെസ്സിനെ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഇത് നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മേ ബി ചിലതിന്റെ ഒന്നും പ്രൂഫ്സ് നിങ്ങൾക്ക് മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ യു ഹാവ് എ ടെൻഡൻസി ടു മക്ക് അപ്പ് ദാറ്റ്, അല്ലെങ്കിൽ അത് മെമ്മറൈസ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വരും. മെമ്മറൈസ് ചെയ്യുമ്പോഴത്തെ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു നമ്മൾ ഈ എന്തെങ്കിലും ഒരു പിക്ചർ മെമ്മറൈസ് ചെയ്യുമ്പോൾ ചെറിയ ഡീറ്റെയിൽസ് ഒക്കെ മറന്നുപോകില്ല. അതുപോലെ തന്നെയായിരിക്കും മാത്തമാറ്റിക്കൽ സ്റ്റെപ്സിൽ. മേ ബി നിങ്ങൾ ഒരു r⁻n അല്ലെങ്കിൽ r² എന്നുള്ള എന്തെങ്കിലും നിങ്ങൾ മറന്നുപോകും. അത് കൃത്യമായിട്ട് എക്സാമിനാണ് സ്പോട്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ whenever you are writing proofs or derivations, maintain that is having some kind of flow. അതായത് തുടങ്ങിയതും അവസാനിപ്പിച്ചതും ഒരു ഫ്ലോയിലാണെന്നുള്ളത് മനസ്സിലാക്കുക. ചെറിയ ചെറിയ സ്റ്റെപ്സ് ഒക്കെ നിങ്ങൾക്ക് മക്കപ്പ് ചെയ്യുന്നത് കൊണ്ടോ മെമ്മറൈസ് ചെയ്യുന്നത് കൊണ്ടോ ഒന്നും പ്രശ്നമില്ല. ബട്ട് മെയിൻറ്റെയിൻ ദാറ്റ് ഫ്ലോ. ആ ഒരു ഫ്ലോ എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. സ്റ്റെപ്പ് വൈസ് ആണ് ആർഗ്യുമെന്റ്സ് നിങ്ങൾ ക്ലിയർ ചെയ്യേണ്ടത്. ഓരോ സ്റ്റെപ്പിന് വാലിഡേറ്റിംഗ് ആയിട്ടുള്ള ഒരു ബ്രാക്കറ്റിൽ നിങ്ങളുടെ ആ ഒരു സ്റ്റേറ്റ്മെന്റിന്റെ എക്സ്പ്ലനേഷൻ കൊടുക്കുന്നത് ഇസ് ഓൾസോ ഗുഡ് ഫോർ സ്കോറിംഗ് മാർക്സ്. അതൊക്കെ റെലവെന്റ് ആയിട്ടുള്ള ഫോർമുലാസ് ഒക്കെ ആയിരിക്കണം. കുറെ എഴുതി വെക്കുന്നതോ അല്ലെങ്കിൽ വളരെ കുറച്ച് എഴുതി വെക്കുന്നതോ അല്ല, റെലവെന്റ് ആയിട്ടുള്ള സ്റ്റെപ്സ് മാത്രം എഴുതി വെക്കാനായിട്ട് നോക്കാം. പിന്നെ അടുത്തത് കമ്പ്യൂട്ടേഷണൽ ഓർ ന്യൂമറിക്കൽ പ്രോബ്ലംസ്. കമ്പ്യൂട്ടേഷണൽ ഓർ ന്യൂമറിക്കൽ പ്രോബ്ലംസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രോബ്ലം സോൾവിംഗ് എബിലിറ്റി, ഫോർമുലാസ് ആയിക്കോട്ടെ, കാൽക്കുലേഷൻസ് ആയിക്കോട്ടെ, കൺസ്ട്രക്റ്റഡ് എക്സാംസ് ആയിക്കോട്ടെ, ഇതൊക്കെ സോൾവ് ചെയ്യാനുള്ള ഒരു മെച്ചോറിറ്റിയാണ് ഇത് ചെക്ക് ചെയ്യുന്നത്. അപ്പൊ മെഷർ ഓർ ഇന്റഗ്രേഷൻ ടെക്നിക്സ് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവുക. അതില് ഇപ്പൊ ഇൻ കേസ് വർക്കിംഗ് എക്സാമ്പിൾസോ കാര്യങ്ങളോ ഇല്ലാന്നുണ്ടെങ്കിൽ ഗീവ് എ ഡീറ്റെയിൽ എക്സ്പ്ലനേഷൻ. അതില് വേർഡ് ലിമിറ്റിൽ എപ്പോഴും ഒരു ശ്രദ്ധ ഉണ്ടായിരിക്കണം. 80 to 120 വേർഡ്സ് ആണ്. ഓക്കെ, പിന്നെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം സിലബസ് ബ്ലോക്സ്, സിലബസിന്റെ ബ്ലോക്ക് അനുസരിച്ച്. ഇപ്പൊ ബ്ലോക്ക് 1 നിന്ന് നോക്കുമ്പോൾ 28% ഷെയർ ആണ് എന്താ പറയാ ടോട്ടൽ പെർസെന്റേജിൽ നിന്ന് വരുന്നത്. ഏറ്റവും കൂടുതൽ 40% നമ്മുടെ മെഷർ ആൻഡ് ഇന്റഗ്രൽ എന്ന് പറയുന്ന ബ്ലോക്ക് 3 നിന്നാണ് ഏറ്റവും കൂടുതൽ ഷെയർ ഓഫ് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ വന്നിരിക്കുന്നത്. ദെൻ നമ്മുടെ ബ്ലോക്ക് 2, അത് കഴിഞ്ഞിട്ട് ബ്ലോക്ക് 1. അങ്ങനെയാണ് ടോട്ടൽ ഷെയർ ഓഫ് ഇത് വന്നിരിക്കുന്നത്. ടോട്ടൽ 100 മാർക്സ് പേപ്പർ ആണെന്നുണ്ടെങ്കിൽ 100 മാർക്കിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്തിട്ടുള്ള കാൽക്കുലേഷൻ ആണത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 40%, 32%, 28%, ബ്ലോക്ക് 3, 2, 1 അങ്ങനെയുള്ള രീതിയിലാണ് അതിന്റെ അനാലിസിസ് പോയിട്ട് ഉള്ളത്. ഓക്കെ, ഇത് നമ്മുടെ ഒരു വിഷ്വലൈസിങ്, ഒരു ട്രെൻഡിന്റെ ഇവാലുവേഷൻ ആണ്. നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ട്രൂ ഓർ ഫോൾസിന് ഒരു ഡിക്ലൈനിങ് ട്രെൻഡ് ആണുള്ളത്. പിന്നെ ഷോർട്ട് ആൻസറിന് ഒരു ഇൻക്രീസിങ് ട്രെൻഡ് ഉണ്ടായിരുന്നു, ദെൻ ഡിക്ലൈൻ, ഒരു ഡിക്ലിനേഷൻ ആണ് കാണുന്നത്. പക്ഷേ ബാക്കി പ്രൂഫ്സ്, ഡെറിവേഷൻസും കമ്പ്യൂട്ടേഷനിലും ഒരു ഇൻക്രീസിങ് ട്രെൻഡ് ആണ് ഈ ഒരു ഇതിനകത്ത് നമുക്ക് കാണുന്നത്. അപ്പൊ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് പ്രൂഫ്സ്, ഡെറിവേഷൻസിനൊക്കെ എന്താ പറയുക ഒരു സ്റ്റഡി ഇൻക്രീസ് ആണ്. അതുകൊണ്ട് അതൊരു ലാർജസ്റ്റ് ഷെയർ ഓഫ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മുടെ പ്രൂഫ്സും ഡെറിവേഷൻസും ആണ് കണ്ടു വന്നിരിക്കുന്നത്. കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലമും ഇതുപോലെ തന്നെ റൈസ് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പ്രൂഫ്സ് ആൻഡ് ഡെറിവേഷൻസ് പോലെ. കണ്ടോ, ഇത് രണ്ടിനും ഒരു ഈക്വൽ എമൗണ്ട് ഓഫ് പീക്കാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പൊ ഇത് രണ്ടുമാണ് കൂടുതൽ എക്സ്പെക്ടഡ് ആയിട്ട് ഇപ്പോ ട്രെൻഡിങ് ലിസ്റ്റിൽ വന്നിരിക്കുന്നത് എന്നാണ് പറയുന്നത്. പിന്നെ ട്രൂ ഓർ ഫോൾസ് ക്വസ്റ്റ്യനൊക്കെ ഒരു ഡിക്ലൈനിങ് ട്രെൻഡ് ആണ്. പ്രോസസ് ബേസ്ഡ് ക്വസ്റ്റ്യൻസിനും അതിനൊക്കെ ഒരു ഡിക്ലൈനിങ് ട്രെൻഡ് ആണ് കാണുന്നത്. ഒരു 20 to 14% ഒക്കെയാണ് അതിന്റെ ഒരു റേഷ്യോ വരുന്നത്. ഇനി പ്രിപ്പറേഷൻ സ്ട്രാറ്റജി, എങ്ങനെയാണ് നിങ്ങൾ എക്സാമിന് ടൈം മാനേജ് ചെയ്യാറ്? നിങ്ങൾ എഴുതാൻ പോകുന്നത് ഒരു 3 hour പേപ്പർ, 100 മാർക്സിന്റെ പേപ്പർ ആണ് എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ 100 മാർക്സിന്റെ പേപ്പർ ആയിരിക്കില്ല, യു വിൽ ബി ഗെറ്റിംഗ് 50 or 25 മാർക്സിന്റെ പേപ്പർ ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവുക. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾക്ക് ഒരു 100 മാർക്സിന്റെ പേപ്പർ ആണ് നിങ്ങൾക്ക് കിട്ടുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യേണ്ടത്, അതായത് ഒരു 35 to 40% ഓഫ് യുവർ ടൈം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഇട്ട് കൊടുക്കേണ്ടത് അല്ലെങ്കിൽ നിങ്ങൾ പുട്ട് ഓൺ ചെയ്യേണ്ടത് നമ്മുടെ ഷോർട്ട് ഡെഫിനിഷൻസിനാണ്. എൻഷുറിങ് ക്വിക്ക് ആക്യുറേറ്റ് ആൻസേഴ്സ്, അതിനൊക്കെയാണ് നിങ്ങൾ ഒരു 35 to 40% മാർക്ക് കൊടുക്കേണ്ടത്, ഒരു പെർസെന്റേജ് ഓഫ് നിങ്ങളുടെ ടൈം കൊടുക്കേണ്ടത്. ഏറ്റവും കൂടുതൽ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് എന്തിനാണ്? നമ്മുടെ ട്രൂ ഓർ ഫോൾസ് ആൻഡ് റീസണിങ് ആയിട്ടുള്ള അതിനാണ് നിങ്ങൾ കൂടുതൽ സമയം ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. അപ്പൊ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ട്രൂ ആണോ ഫോൾസ് ആണോ എന്നൊക്കെ നിങ്ങൾക്ക് തിങ്ക് ചെയ്യണം. അറ്റ് ദ ടൈം നിങ്ങൾക്ക് എഴുതും കൂടെ വേണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരു 45 മിനിറ്റ്സോളം നിങ്ങൾ അതിന് ചെലവഴിക്കാനായിട്ട് നോക്കണം. ഇത് 100 മാർക്സിന്റെ പേപ്പറിന്റെ കാര്യമാണ് പറയുന്നത്. നിങ്ങളുടെ പേപ്പർ വരുമ്പോഴത്തേനും അതനുസരിച്ചിട്ട് നിങ്ങൾ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് നോക്കണം. പിന്നെ ഈ
ഏറ്റവും കൂടുതൽ നിങ്ങൾ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നതും ചെയ്യുന്നുണ്ടാവും ഈ പ്രൂഫ്സ് ഡെറിവേഷൻസ് അല്ലെങ്കിൽ കമ്പ്യൂട്ടേഷണൽ പ്രോബ്ലംസിന്. അതിനൊക്കെ ആയിരിക്കും നിങ്ങൾ ഏറ്റവും കൂടുതൽ ടൈം ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഒരു 55 to 65 മിനിറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് ഒരു 1 hour ഒക്കെ നിങ്ങൾക്ക് അതിനകത്ത് സ്പെൻഡ് ചെയ്യാം എന്നാണ് പറയുന്നത് ഫോർ എ 3-hour പേപ്പർ. 3-hour പേപ്പറിൽ ഒരു 1 hour നിങ്ങൾ സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിക്ക് പുൾ ഓഫ് ചെയ്യാനായിട്ട് പറ്റും. ഇനി എന്ത് തന്നെ രീതിയിൽ നിങ്ങൾ ഇതിനെ സ്ട്രക്ചർ ചെയ്താലും ടൈം മാനേജ് ചെയ്താലും 10 മിനിറ്റ്സ് നിർബന്ധമായിട്ട് നിങ്ങൾ മാറ്റി വെച്ചിരിക്കണം. എന്തിന്? ടു എൻഡ് റിവ്യൂ. അതായത് നിങ്ങൾക്ക് നിങ്ങൾ എഴുതി വരുമ്പോഴത്തേക്കും എന്തെങ്കിലും കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ്, ഇതിലിപ്പോ വലിയ മിസ്റ്റേക്സ് ഒന്നും വരുത്താനുള്ള പേപ്പേഴ്സും കാര്യങ്ങളൊന്നുമില്ല, പക്ഷെ എങ്കിലും നിങ്ങൾ പ്രൂഫ്സ് ഒക്കെ എഴുതി വരുമ്പോഴത്തേക്കും ചിലപ്പം തുടക്കത്തെ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങൾ ട്രൂ ആണെന്നുള്ള രീതിയിൽ പ്രൂവ് ചെയ്ത് വന്നിട്ട് ചിലപ്പോ കൺക്ലൂഷനിൽ ദ സ്റ്റേറ്റ്മെന്റ് ഇസ് ഫാൾസ് എന്നൊക്കെ ചിലപ്പോൾ എഴുതാനുള്ള ചാൻസസ് ഉണ്ട്, ടെൻഷൻ അടിച്ചിട്ടൊക്കെ. അപ്പൊ അങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു മിസ്റ്റേക്സ് ഒക്കെ റിവ്യൂ ചെയ്തിട്ട് മാറ്റാൻ വേണ്ടിയിട്ടാണ് ഈ 10 മിനിറ്റ്സ് നമ്മൾ കൊടുത്തിരുന്നത്. എല്ലാ ഫൈനൽ കറക്ഷൻസും കഴിഞ്ഞിട്ടായിരിക്കണം നമ്മൾ പേപ്പർ സബ്മിറ്റ് ചെയ്യുന്നതെന്ന് നിങ്ങൾ എപ്പോഴും മേക്ക് ഷുവർ ചെയ്യണം. കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എഴുതി അവസാനിപ്പിക്കുന്നതും പേപ്പർ കൊടുക്കും കൂടെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കോൺഫിഡന്റ് ആയിട്ട് പറയാൻ പറ്റില്ല ഓക്കെ ഇതിന് ഇത്ര മാർക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നെങ്കിലും നിങ്ങൾക്ക് പറയണമെന്നുണ്ടെങ്കിൽ യു ഹാവ് ടു റിവ്യൂ ദ പേപ്പർ. എന്തായാലും റിവ്യൂ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അത് ആ 10 മിനിറ്റ്സ് ടൈം, അതിപ്പോ 3 hour ആയിക്കോട്ടെ 2 hour ആയിക്കോട്ടെ 1 hour ആയിക്കോട്ടെ, എപ്പോഴും ഈ 10 മിനിറ്റ്സ് ടൈം നിങ്ങൾ എപ്പോഴും റിസർവ് ചെയ്ത് വെച്ചിട്ടുണ്ടാവണം നിങ്ങളുടെ എക്സാം കഴിയുന്നു പഠിപ്പിക്കും. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത ഒരാളാണോ, അല്ലെ ഇഗ്നോയിൽ നിന്നൊരു ഡിഗ്രിയോ PG ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണോ? എങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോമായ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റിയായ ഇഗ്നോയിൽ നിന്ന് ഡിഗ്രി PG MBA ഒക്കെ നേടാം. 36ഓളം വരുന്ന പ്രോഗ്രാമുകൾ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ടും ലേൺവൈസിൽ അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഓരോ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പുവരുത്തുന്ന ലേൺവൈസിന്റെ സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ മുൻപ് പഠിച്ചതോ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ലേണേഴ്സിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് അറിയുന്നതിനായി ലേൺവൈസിന്റെ യൂട്യൂബ് ചാനൽ ഇപ്പോൾ തന്നെ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ധാരാളം വീഡിയോസ് കാണാൻ കഴിയും. കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിനായി താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടാം. ഓക്കെ, ഇനി ടോട്ടൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഏതാണ്? സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം 7 ടൈംസ് അത് അപ്പിയർ ചെയ്തിട്ടുണ്ട്. പ്രൂവ് ദാറ്റ് കണ്ടിന്യൂസ് ഇമേജ് ഓഫ് കോമ്പാക്ട് സെറ്റ് ഇസ് കോമ്പാക്ട്. കോമ്പാക്ട് സെറ്റിന്റെ കണ്ടിന്യൂസ് ഇമേജ് ഫോർമേഷന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ് 7 ടൈംസ് വന്നിട്ടുണ്ട്. പിന്നെ ഫാറ്റോസ്ലാമ, സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ഫാറ്റോസ്ലാമ. ഫാറ്റോസ്ലാമ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇതാണ്, 6 ടൈംസ് അത് അപ്പിയർ ചെയ്ത് കണ്ടിട്ടുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ ലെബസ്ക്യൂ മെഷറും പിന്നെ അതുപോലെ തന്നെ അതിന്റെ ഇന്റഗ്രൽസ് മെഷറബിൾ ആണെന്നുള്ളത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രൂഫ് ക്വസ്റ്റ്യൻസ് ആണ്. അത് 6 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. ദെൻ എക്സ്പ്ലെയിൻ ആൻഡ് യൂസ് മോണോട്ടോൺ കൺവെർജൻസ് തിയറം. നമ്മുടെ കൺവെർജൻസ് തിയറത്തിൽ നിന്ന് വരുന്നതാണ്. അതിൽ മോണോട്ടോൺ കൺവെർജൻസ് തിയറം ആണ് ചോദിച്ചിരിക്കുന്നത് 6 ടൈംസ്. ഡിഫൈൻ കമ്പാക്ട്നെസ് ഇൻ മെട്രിക് സ്പേസസ്. മെട്രിക് സ്പേസസിന്റെ സൈഡിൽ നിന്ന് വന്നിരിക്കുന്ന ക്വസ്റ്റൻ ആണ്. ഇവൻ എക്സാമ്പിളും ഇതിൽ ഇമ്പോർട്ടന്റ് ആണ്. അപ്പം മെട്രിക് സ്പേസസ് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളൊരു റിയൽ ടൈം എക്സാമ്പിളോ അല്ലെങ്കിൽ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിനകത്തുള്ള ഏതെങ്കിലും ഒരു എക്സാമ്പിൾ നിങ്ങൾ ഇതിനകത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. അത് 5 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ഡോമിനേറ്റഡ് കൺവെർജൻസ് തിയറം, അതും 5 ടൈംസ് ആണ്. പിന്നെ ക്ലാസിഫൈ ആൻഡ് ഫൈൻഡ് എക്സ്ട്രീം വാല്യൂസ് ഓഫ് ഫംഗ്ഷൻസ് യൂസിങ് ലഗ്രാഞ്ചസ് മൾട്ടിപ്ലയേഴ്സ്. ലഗ്രാഞ്ചസ് മൾട്ടിപ്ലയേഴ്സിന്റെ ക്വസ്റ്റ്യൻ ആണ് ഈ ചോദിച്ചിരിക്കുന്നത്. പിന്നെ ഫൈൻഡ് ആൻഡ് ക്ലാസിഫൈ സ്റ്റേഷനറി പോയിന്റ്സ്, ക്രിറ്റിക്കൽ പോയിന്റ്സ്. സ്റ്റേഷനറി പോയിന്റ്സ് എന്നോ ക്രിറ്റിക്കൽ പോയിന്റ്സ് എന്നോ ആയിരിക്കും നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവുക. അപ്പൊ ഗിവൺ ഫംഗ്ഷന്റെ ഒരു ഫംഗ്ഷൻ തന്നിട്ടുണ്ടാവും, അതിന്റെ ക്രിറ്റിക്കൽ പോയിന്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഡിഫൈൻ ആൻഡ് ഗിവ് എക്സാമ്പിൾസ് ഓഫ് സ്റ്റേബിൾ ആൻഡ് ടൈം വേരിയിങ് സിസ്റ്റംസ് ആൻഡ് സിഗ്നൽസ്. സിഗ്നൽ ഇതിന്റെ എക്സാമ്പിൾ ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതെല്ലാം 5 ടൈംസ് ആണ്. ഇത്രയും ക്വസ്റ്റ്യൻസ് നമ്മുടെ കോമ്പാക്ട്നെസ്, അതുപോലെ തന്നെ കൺവെർജൻസ് തിയറം, ലഗ്രാഞ്ചസ് മൾട്ടിപ്ലയർ, ക്രിറ്റിക്കൽ പോയിന്റ്സിന്റെ, പിന്നെ ടൈം വേരിയിങ് സിസ്റ്റംസ്, ഇതെല്ലാം 5 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഫ്രീക്വൻസി ടേബിൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇൻവേഴ്സ് ഫംഗ്ഷൻ അതിന്റെ സ്റ്റേറ്റ്മെന്റും പ്രൂഫും 7 ടൈംസ് ആണ് അപ്പിയർ ചെയ്തിരിക്കുന്നത്. ആവറേജ് മാർക്ക് അതിന് സ്കോർ ചെയ്യാൻ പറ്റുന്നത് 4.6 ആണ് ആവറേജ് മാർക്ക് ഉള്ളത്. പിന്നെ കണ്ടിന്യൂസ് ഇമേജ് ഓഫ് കോമ്പാക്ട് സെറ്റ് ഇസ് കോമ്പാക്ട് എന്ന് പറയുന്നത് 7 ടൈംസ് അപ്പിയർ ചെയ്തിട്ടുണ്ട്. 3.8 റേറ്റിംഗ് ഉണ്ട്. ഫാറ്റോസ്ലാമ ഇതിന്റെ സ്റ്റേറ്റ്മെന്റ്, പ്രൂഫ്, ആപ്ലിക്കേഷൻ ഇതെല്ലാം 3.8 ആവറേജ് മാർക്ക്. നിങ്ങൾക്ക് 3.8 മാർക്സ് നിങ്ങൾക്ക് സ്കോർ ചെയ്യാനായിട്ട് വരും. 6, 7 എന്നുള്ള രീതിയിലാണ് അപ്പിയറൻസസ് വന്നിരിക്കുന്നത്. ആവറേജ് മാർക്ക് അതിന് കൂടുതലാണ്. അപ്പൊ അത് കുറച്ചും കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കണം. പിന്നെ ആവറേജ് മാർക്ക് കൂടുതലുള്ളത് മോണോട്ടോൺ കൺവെർജൻസ് തിയറമാണ്. അതിന്റെ സ്റ്റേറ്റ്മെന്റും യൂസും അത് 3.5 മാർക്കാണ് ആവറേജ് മാർക്ക്. അപ്പൊ ഈ 3.8 കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻസ് വരുന്നത് മോണോട്ടോൺ കൺവെർജൻസ് തിയറം ആണ്.
പിന്നെ നമ്മുടെ 3.4 3.2 നമ്മുടെ ലെബസ്ക്യൂ മെഷറും അതുപോലെ തന്നെ കോമ്പാക്ട്നെസ് ഇൻ മെട്രിക് സ്പേസസും. നമ്മൾ നേരത്തെ കണ്ട ക്വസ്റ്റ്യന്റെ തന്നെ ആവറേജ് മാർക്ക് എത്ര മാർക്ക്, അതായത് ഒരു സംഭവം കൂടുതൽ അപ്പിയർ ചെയ്തു എന്ന് വിചാരിച്ചിട്ട് അതിന് കൂടുതൽ മാർക്ക് ഉണ്ടാവണം എന്നില്ലേ. അപ്പം അങ്ങനത്തെ ഒരു രീതിയിൽ നോക്കുമ്പോഴത്തേക്കും കൂടുതൽ അപ്പിയർ ചെയ്തിരിക്കുന്നതും നല്ലപോലെ മാർക്ക് കിട്ടാൻ ചാൻസ് ഉള്ളതും ഏതാണ്? ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറാണ്, സ്റ്റേറ്റ്മെന്റും പ്രൂഫും. പിന്നെ അടുത്തത് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നത് കണ്ടോ, ഇതിൽ കമ്പയർ ചെയ്യുമ്പോൾ 4 മാർക്സ്, ആവറേജ് 4 മാർക്സ് നമ്മുടെ ലഗ്രാഞ്ചസ് മൾട്ടിപ്ലയേഴ്സും എക്സ്ട്രീമം വാല്യൂസും ആണ്. അത് 5 തവണ അപ്പിയർ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിലും അതിന്റെ മാക്സിമം മാർക്ക് എന്ന് പറയുന്നത് 4.0, അതായത് 4 മാർക്സ് ആണ്. പിന്നെ 5 തവണ അപ്പിയർ ചെയ്തു ഉള്ളൂവെങ്കിലും ഡൊമിനേറ്റർ കൺവെർജൻസ് തിയറം 3.6 റേറ്റിംഗ് വരുന്നുണ്ട്. ബാക്കി രണ്ടും സെയിം ആണ്, നമ്മുടെ സ്റ്റേഷനറി ഓർ ക്രിട്ടിക്കൽ പോയിന്റ്സും സ്റ്റേബിൾ ടൈം വേരിങ് സിസ്റ്റം ഡെഫിനിഷൻസും എക്സാമ്പിൾസും. അത് 3.4 വെച്ചിട്ട് ആവറേജ് റേറ്റിംഗ് വരുന്നുണ്ട്. നോക്കുമ്പോൾ 5 ടൈംസ് അപ്പിയർ ചെയ്ത് 3.2വിനേക്കാളും നമുക്ക് കമ്പാരബിളി ഇത് നോക്കുമ്പോൾ ഇത് 5 ടൈംസ് അപ്പിയർ ചെയ്തതിന് മാർക്ക് കുറച്ചും കൂടെ പെർസെന്റേജ് കൂടുതലാണ്, അല്ലെങ്കിൽ ആവറേജ് മാർക്ക് കൂടുതലാണ്. ഇതൊരു ടോട്ടൽ പൈ ചാർട്ട് ആണ്, ഏതൊക്കെയാണ് ഏറ്റവും കൂടുതൽ ചോദിച്ചിരിക്കുന്നത് എന്നുള്ളത്. അപ്പൊ ഇതിൽ വെച്ച് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഫാറ്റോസ്ലാമ 10.5% ഇമ്പോർട്ടൻസ് ഉണ്ട്, റിപ്പീറ്റഡ് വാല്യൂ. ഇപ്പൊ ഈ ഒരു പൈ ചാർട്ട് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഈക്വൽ റെലവൻസ് ആണ് എല്ലാ ടോപ്പിക്സിനും വരുന്നത്. പിന്നെ 10.5, 10.5, 12.3, 12.3 എന്ന് പറയുന്ന റിലേറ്റീവ്ലി കുറച്ചും കൂടെ കൂടുതലുള്ളത് ഇൻവേഴ്സ് ഫംഗ്ഷൻ, കോമ്പാക്ട് ഇമേജ്, ഫാറ്റോസ്ലാമ, ലെബസ്ക്യൂ മെഷർ. ഈ 3 സംഭവത്തിന്, അതായത് ഈ ഒരു സെമി സർക്കിൾ എടുത്ത് നോക്കുമ്പോഴത്തേക്കും അവിടെ കുറച്ച് കൂടുതലാണ്. മറ്റേ ടോപ്പിക്സ് നമ്മുടെ സിഗ്നലിന്റെ സ്റ്റെബിലിറ്റി, ക്രിട്ടിക്കൽ പോയിന്റ്സ് അല്ലെങ്കിൽ സ്റ്റേഷനറി പോയിന്റ്സ്, ലഗ്രാഞ്ചസ് മൾട്ടിപ്ലയർ, ഡൊമിനേറ്റർ കൺവെർജൻസ് തിയറം, കോമ്പാക്ട്നെസ്, മോണോട്ടോൺ കൺവെർജൻസ്, ഇതിനായാലും ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് വരുന്നുണ്ട് ഇതിനകത്ത്. ഓക്കെ, പിന്നെ എങ്ങനെയാണ് നിങ്ങൾ സ്ട്രാറ്റജിക്കലി എക്സാമിന് ഇനി പഠിക്കേണ്ടത് എന്നുള്ളത്? പ്രാക്ടീസ് ഈച്ച് അറ്റ്ലീസ്റ്റ് ട്വൈസ് ആൻഡ് ടൈംസ്. അതായത് നിങ്ങൾ മോക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുന്ന സമയത്താണെന്നുണ്ടെങ്കിലും ടൈം ബേസ് ചെയ്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക. നിങ്ങൾക്ക് ഒരുപാട് സമയമൊന്നുമില്ല ഒരു ക്വസ്റ്റ്യനിൽ ഇങ്ങനെ ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ. whenever you are not getting a particular question, leave it then and there, go for the other question and come back later. അങ്ങനത്തെ ഒരു മെത്തഡോളജി, സ്ട്രാറ്റജി നിങ്ങൾ എപ്പോഴും ചൂസ് ചെയ്യാനായിട്ട് നോക്കണം. റിക്കറിംഗ് ക്വസ്റ്റ്യൻസിന് ഒരു മോക്ക് സെറ്റിംഗ് വെച്ചിട്ട് റിക്കറിംഗ് ക്വസ്റ്റ്യൻസ് അറ്റ്ലീസ്റ്റ് റിക്കറിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എങ്കിലും ചെയ്ത് പഠിച്ചിട്ടുണ്ട് എന്നുള്ളത് നിർബന്ധമായിട്ട് മേക്ക് ഷുവർ ചെയ്യണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ റെക്കറിംഗ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. അവിടെ ഒരു 5-10 മിനിറ്റ് നിങ്ങൾക്ക് സേവ് ചെയ്യാനായിട്ടും പറ്റും. ഓക്കെ, പിന്നെ മാസ്റ്റർ സ്റ്റാൻഡേർഡ് പ്രൂഫ്സ് ആൻഡ് അപ്ലിക്കേഷൻസ്. നമ്മുടെ നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള ഒരു കോമൺ ആയിട്ട് വരുന്ന ഈ ലെബസ്ക്യൂ മെഷർ, അതുപോലെ തന്നെ പിന്നെ നമ്മുടെ കൺവേർജൻസ് തിയറം, കോമ്പാക്ട്നെസ്, ഇതൊക്കെ സ്റ്റാൻഡേർഡ് പ്രൂഫ്സ് ആണ്. അത് എങ്ങനെ പോയാലും വരും എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് അങ്ങനെ തന്നെ പഠിക്കുന്നതിൽ തെറ്റില്ല. അപ്പൊ അത് അങ്ങനെ തന്നെ പഠിക്കുക. എക്സാമിനറിന്റെ ലാംഗ്വേജിൽ സോൾവ് പേപ്പേഴ്സ് നോക്കിയിട്ട് നിങ്ങൾ അത് ടെക്സ്റ്റ് ബുക്കിലെ ആ സെന്റൻസസ് നോക്കിയിട്ട് അത് തന്നെ ഓൾമോസ്റ്റ് യൂസ് ചെയ്യാൻ നോക്കി കഴിഞ്ഞാൽ ഫുൾ മാർക്ക് തന്നെ അവിടെ വീഴും. ഈ 1/2 മാർക്ക് 1 മാർക്കൊക്കെ വീഴുന്നതിലും 4 മാർക്സിന്റെ ക്വസ്റ്റൻ ആണെങ്കിൽ കംപ്ലീറ്റ് 4 മാർക്സ് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള പ്രൂഫ്സ് അങ്ങനെ തന്നെ പഠിക്കുക, അപ്ലിക്കേഷൻസും അങ്ങനെ തന്നെ പഠിക്കുക. അതിൽ നിങ്ങളുടേതായിട്ടുള്ള പുട്ട് ഓൺ ഒന്നും ചെയ്യേണ്ട. ടെക്സ്റ്റ് ബുക്കിൽ എന്താണ് കൊടുത്തിരിക്കുന്നത് അത് തന്നെ എഴുതുക. സോ ദാറ്റ് നമുക്കും ഒരു കോൺഫിഡൻസ് വരും അത് ചെയ്യാനായിട്ട്. പിന്നെ മിക്സ് റിട്ടൺ ആൻഡ് ഓറൽ റെസിറ്റേഷൻസ്, അതായത് ഈ നമ്മുടെ ചില കൺസെപ്റ്റ്സ് ഒക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് എഴുതിയും അതുപോലെ തന്നെ നമ്മളിങ്ങനെ പറഞ്ഞ് അത് പഠിക്കുക. അത് കുറച്ചുകൂടെ എക്സാം പ്രഷർ നിങ്ങൾക്ക് കുറയ്ക്കാനായിട്ട് നിങ്ങളെ ഹെൽപ്പ് ചെയ്യും. നിങ്ങൾ എഴുതുന്നതിനോട് കൂടെ നിങ്ങളുടെ തലയിലും അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, പിന്നെ ടോപ്പിക് പ്രോബബിലിറ്റി എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരുന്നുണ്ടാകുക. പ്രോബബിലിറ്റി പെർസെന്റേജ് എന്ന് പറഞ്ഞാൽ അപ്പിയറൻസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ മാർക്സ് ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്ക് പ്രോബബിലിറ്റി പെർസെന്റേജ് കിട്ടുന്നത്. എത്ര തവണ 2022 to 2024 ഈ പേപ്പേഴ്സ് അപ്പിയർ ചെയ്തിട്ടുണ്ട് ഡിവൈഡഡ് ബൈ ടോട്ടൽ എത്ര പേപ്പേഴ്സ് ഉണ്ട് ഇൻറ്റു 100 ചെയ്യുമ്പോഴാണ് നമുക്ക് ഇതിന്റെ പെർസെന്റേജ് കിട്ടുന്നത്. അപ്പൊ നോക്കുമ്പോൾ ഇതെല്ലാം ഹൈ പ്രിഫറൻസ് കാറ്റഗറിയിൽ വരുന്ന സീക്വൻസ് ആൻഡ് കൺവെർജൻസ്, കോമ്പാക്ട്നെസ്, അതിന്റെ ഡെഫിനിഷൻ, പ്രൂഫ്, എക്സാമ്പിള്, പാർഷ്യൽ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ്, ഇൻവേഴ്സ് ആൻഡ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറംസ്, നമ്മൾ നേരത്തെയും പറഞ്ഞതാണ് ഇൻവേഴ്സ് ഫംഗ്ഷൻ തിയറം, ലെബസ്ക്യൂ മെഷർ, ഇതെല്ലാം ഈ പറഞ്ഞതുപോലെ ഈ ഒരു ലെബസ്ക്യൂ മെഷർ എല്ലാ സെഷനിലും അപ്പിയർ ചെയ്തിട്ടുണ്ട്, എല്ലാ സെഷനിലും. അപ്പൊ ഹയർ ഇമ്പോർട്ടൻസ് ആണുള്ളത്. ഇതിന് 100% പ്രോബബിലിറ്റി ഉള്ളത്. ഇത് 83 ആണെന്നുണ്ടെങ്കിലും അതിലും ഹൈ പ്രോബബിലിറ്റി എന്ന് തന്നെ പറയാം. സീക്വൻസ് ആൻഡ് കൺവെർജൻസ്, ഇൻവേഴ്സ് ആൻഡ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറം, ലെബസ്ക്യൂ മെഷർ 100% പ്രോബബിൾ ആണ് ഈ ക്വസ്റ്റ്യൻ വരാനായിട്ട്.
അത്രയും രീതിയിൽ കണ്ടിട്ടുണ്ട്. അപ്പിയർഡ് ഓൾ 6 പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്തിട്ടുണ്ട്, എല്ലാത്തിലും ഫീച്ചർ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇത് വരാനുള്ള ചാൻസസ് കൂടുതലാണ്. ഓക്കെ, പിന്നെ ഹൈ പ്രോബബിലിറ്റി വരുന്നത് എല്ലാ പേപ്പറിലും ചോദിച്ചിരിക്കുന്നത് ലെബസ്ക്യൂ ഇന്റഗ്രൽ. ലെബസ്ക്യൂവിന്റെ എല്ലാം ചോദിച്ചിട്ടുണ്ട്, ലെബസ്ക്യൂ മെഷറും ഇന്റഗ്രലും. അപ്പൊ അത് പഠിക്കുമ്പോൾ മൊത്തത്തിൽ ആ ഏരിയ മൊത്തം പഠിക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ മീഡിയം പ്രോബബിലിറ്റിയിൽ വരുന്നത് ഈ 4 ഔട്ട് ഓഫ് 6 പേപ്പേഴ്സ്, 3 ഔട്ട് ഓഫ് 6 പേപ്പേഴ്സിലൊക്കെ വരുന്നത് ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ, മാക്സിമം മിനിമം പ്രോബ്ലംസ്, ഫോറിയർ തിയറം, സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസ്, കണക്റ്റഡ്നെസ് ആൻഡ് പാത്ത്, ഇതൊക്കെയാണ് പിന്നെ മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നത്. പിന്നെ ഓപ്പൺ, ക്ലോസ്ഡ്, കണ്ടിന്യൂസ് അതൊക്കെ ലോ പ്രയോറിറ്റി ആണ്. എങ്കിലും 2 പേപ്പറിലൊക്കെ ചോദിച്ചിട്ടുണ്ട്. 6 പേപ്പറിലും 2 പേപ്പറിലും ചോദിച്ചു എന്ന് പറഞ്ഞാലും അത്യാവശ്യം പ്രോബബിൾ ആണ് എന്നുള്ളത് തന്നെ നമുക്ക് പറയാം. പിന്നെ സെക്കൻഡ് ഓർഡർ ഓർ ഹയർ ഓർഡർ ഡെറിവേറ്റീവ്സിന്റെയും അത്യാവശ്യം ഭയങ്കരമായിട്ട് ചോദിച്ചിട്ടില്ല എന്നുണ്ടെങ്കിലും ഒരു 33% അതിന് പ്രോബബിലിറ്റി ഉണ്ട്. ഓക്കെ, അപ്പൊ സീക്വൻസ് ആൻഡ് കൺവേർജൻസ് എന്ന് പറയുന്നത് 6 ഔട്ട് ഓഫ് 6 ആണ് അതിന്റെ റേറ്റിംഗ് വരുന്നത്. എല്ലാ പേപ്പറിലും അത് ഇൻക്ലൂഡഡ് ആയിട്ടുണ്ട്. കോമ്പാക്ട്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 5 ഔട്ട് ഓഫ് 6 പേപ്പേഴ്സിൽ ആ കോമ്പാക്ട്നെസിന്റെ പ്രൂഫും എക്സാമും. പാർഷ്യൽ ആൻഡ് ഡിഫറൻഷ്യൽ ഇക്വേഷൻസും ഈ 5 ഔട്ട് ഓഫ് 6 തന്നെയാണ്. ഇൻവേഴ്സ് ആൻഡ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ എന്ന് പറയുന്നത് എല്ലാ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. ആ ഏരിയ ക്വസ്റ്റ്യൻ എല്ലാ പേപ്പറിലും ചോദിച്ചിട്ടുണ്ട്. പിന്നെ ലെബസ്ക്യൂ മെഷർ എല്ലാത്തിലും എക്സാമിൻ ചെയ്തിട്ടുണ്ട്. ഷോർട്ട് ആൻസറിലും ലോങ് ആൻസർ ഫോം ആയിട്ടും ലെബസ്ക്യൂ മെഷറും ഇൻവേഴ്സ് ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻസ് ഒന്നും ഇല്ലാത്ത പേപ്പർ ഉണ്ടായിരുന്നില്ല ഇത്രയും കാലത്തെ പേപ്പേഴ്സ് വെച്ചിട്ട്. അതുപോലെ തന്നെയാണ് ലെബസ്ക്യൂ ഇന്റഗ്രലിന്റെ കാര്യം. എവറി സെക്ഷനിൽ അത് ചോദിച്ചിട്ടുണ്ട്. ഐദർ ഡെഫിനിഷൻ ആയിട്ടോ കമ്പാരിസൺ ആയിട്ടോ ആപ്ലിക്കേഷൻ ആയിട്ടോ ഏതെങ്കിലും രീതിയിൽ ലെബസ്ക്യൂവിന്റെ ഒരു പ്രസൻസ് നമുക്ക് പേപ്പേഴ്സിൽ കാണാനായിട്ട് പറ്റും. പിന്നെ ലഗ്രാഞ്ചിയൻ മൾട്ടിപ്ലയർ ഓർ മാക്സിമം മിനിമം പ്രോബ്ലംസും പിന്നെ ഫോറിയർ സീരീസും ട്രാൻസ്ഫോർമേഷൻസും അത് 4 ടൈംസ് ഒക്കെ ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഏറ്റവും കുറവ് കാണുന്നത് നമ്മുടെ കണക്റ്റഡ്നെസ്, പിന്നെ മെട്രിക് സ്പേസസ്, ഹയർ ഓർഡർ ഓർ സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ്സ്, സിഗ്നൽസ് ആൻഡ് സിസ്റ്റംസും ഓൾമോസ്റ്റ് അപ്പിയർഡ് ആസ് ഡെഫിനിഷൻ ഓർ അപ്ലിക്കേഷൻ ഹാഫ് പേപ്പർ. അതായത് നമ്മൾ നോക്കുമ്പോൾ പകുതി പേപ്പറിലും അതിന്റെ ഡെഫിനിഷനും അപ്ലിക്കേഷനും അതും ഈക്വലി ഇമ്പോർട്ടന്റ് ആണെന്ന് തന്നെ നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിൽ റിവൈസ് ചെയ്യേണ്ടത് നിർബന്ധമായിട്ട് നിങ്ങൾ പഠിച്ചിട്ട് പോകേണ്ടത് ഏതൊക്കെയാണ്? സീക്വൻസ് ആൻഡ് കൺവേർജൻസ്, കോമ്പാക്ട്നെസ്, പാർഷ്യൽ ഓർ ഡയറക്ഷണൽ ഡെറിവേറ്റീവ്സ്, ഇൻവേഴ്സ് ഓർ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറം, ലെബസ്ക്യൂ മെഷർ, ലെബസ്ക്യൂ ഇന്റഗ്രൽ ഓർ കൺവേർജൻസ് തിയറം. അപ്പൊ ഇതിന്റെ PYQ അറ്റ്ലീസ്റ്റ് PYQ നിങ്ങൾ നോക്കുക. എന്നിട്ട് നല്ലപോലെ ഈ ടോപ്പിക്സ് അല്ലാന്നുണ്ടെങ്കിൽ ഐദർ ഈ ടോപ്പിക്സ് മൊത്തത്തിൽ നിങ്ങൾ കവർ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഈ ടോപ്പിക്കിൽ നിന്ന് വന്നിട്ടുള്ള നമ്മുടെ പണ്ടത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യാനായിട്ട് നോക്കാം. നിങ്ങൾ ഇഗ്നോയിൽ ജോയിൻ ചെയ്തിട്ടുള്ള ഒരാളാണോ? അല്ലെങ്കിൽ ഇഗ്നോയിൽ ജോയിൻ ചെയ്ത് ഡിഗ്രി PhD നേടണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണോ? ആണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയുള്ളതാണ് ലേൺവൈസ് പ്ലാറ്റ്ഫോം. കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺവൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച, ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി PG MBA എല്ലാം നേടാം. ഇഗ്നോ നൽകി വരുന്ന 36ഓളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ, സെക്കൻഡ് ഇയർ, തേർഡ് ഇയർ, ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺവൈസിൽ അവൈലബിൾ ആണ്. തങ്ങളുടെ എല്ലാ ലേണേഴ്സിനും കൃത്യമായ മെന്റർഷിപ്പോട് കൂടി കോംപ്രിഹെൻസീവ് ആയ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺവൈസിന്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്ക് ഇവിടെ കാണാം. ലേൺവൈസിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺവൈസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ്. ലേൺവൈസിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സ്ആപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക. ഓക്കെ, പിന്നെ മീഡിയം പ്രയോറിറ്റിയിൽ വരുന്നത് ലഗ്രാഞ്ചസ് മൾട്ടിപ്ലയർ, മാക്സിമം മിനിമം പ്രോബ്ലംസ്, പിന്നെ ഫോറിയർ തിയറം, അതിന്റെ ട്രാൻസ്ഫോർമേഷൻസ്, കണക്റ്റഡ്നെസ്, സിഗ്നൽസും സിസ്റ്റംസും. ഇതും ഓൾട്ടർനേറ്റീവ് ഡേയ്സ് വെച്ചിട്ട് നിങ്ങൾ ഇത് എല്ലാ ദിവസവും ഇത് റിവൈസ് ചെയ്യണം. ഹൈ പ്രയോറിറ്റി എന്ന് പറയുന്നത് എല്ലാ ദിവസവും നിങ്ങൾ റിവൈസ് ചെയ്തുകൊണ്ടിരിക്കണം. ഇത് ഓൾട്ടർനേറ്റ് ഡേയ്സിൽ നിങ്ങൾ റിവൈസ് ചെയ്താൽ മതി. ഇത് വൺസ് പെർ വീക്ക്. പെർ വീക്കിൽ ഇപ്പൊ ഡേയ്സ് ആണ് നിങ്ങൾക്ക് ഉള്ളതെന്ന് ഉണ്ടെങ്കിൽ 1 ടൈം നിങ്ങളതൊന്ന് നോക്കി വെരിഫൈ ചെയ്യണം. അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒന്നുകിൽ നിങ്ങൾ ആ ടോപ്പിക്സ് മൊത്തത്തിൽ പഠിക്കാനായിട്ട് നോക്കുക, അല്ലാന്നുണ്ടെങ്കിൽ ആ ടോപ്പിക്കിൽ നിന്ന് വന്ന ആ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കാനായിട്ട്. എനിവേ ഈ ടോപ്പിക്സുമായിട്ട് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരിക്കണം. അതിൽ നിന്ന് ക്വസ്റ്റ്യൻ വന്നാൽ എഴുതാതിരിക്കാൻ ഒരു ചാൻസും ഇല്ലാത്ത രീതിയിൽ വേണം നിങ്ങൾ എന്തായാലും ഞാൻ അത് അറ്റൻഡ് ചെയ്തിരിക്കും എന്നുള്ള കോൺഫിഡൻസോട് കൂടെ വേണം പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. പിന്നെ ഇതൊരു വിഷ്വൽ ഇൻഡിക്കേറ്റർ സ്ട്രിപ്പ് ആണ്. നോക്കുമ്പോഴത്തേനും ലോ പ്രയോറിറ്റി വളരെ കുറവാണ്. ഹൈ പ്രയോറിറ്റി, മീഡിയം പ്രയോറിറ്റി ആണ് നമ്മുടെ പ്രോബബിലിറ്റി കാറ്റഗറിയിൽ കൂടി. നേരത്തെ നമ്മൾ ടേബിൾ നോക്കിയപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യമാണ്. ഇനി ഇത് നമ്മുടെ പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. ക്വസ്റ്റ്യൻ നമ്പർ 1 കമ്പൽസറി ആണ്. അറ്റംപ്റ്റ് എനി 4 questions from 2 to 6.
use of calculator is not allowed and notations are asked in the study material യൂസ് ചെയ്ത notations ഒക്കെയാണ് നമ്മൾ നോക്കുന്നത്. 2 hours ആണ്, മാക്സിമം മാർക്ക് 50 ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കമ്പൽസറി ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ബ്ലോക്ക് 2 സെക്കൻഡ് ഓർ ഹയർ ഓർഡർ ഡിഫറൻഷ്യൽ എന്ന് വരുന്നതാണ്. സ്റ്റേറ്റ് വെദർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ ഓർ ഫോൾസ്, ജസ്റ്റിഫൈ യുവർ ആൻസർ. എവറി ബൗണ്ടഡ് സീക്വൻസ് ഇൻ ഇത് തേർഡില് വന്നതാണ്. എവറി ബൗണ്ടഡ് സീക്വൻസ് ഇൻ മെട്രിക്സ് ഇസ് കൺവേർജന്റ്. സീക്വൻസസ് ആൻഡ് കൺവേർജൻസ് എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. If a set is both open and closed in metric spaces, then it must be the whole space or an empty space. Open or closed set, metric space. Block 1 എന്ന് തന്നെ വന്ന ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു മാപ്പിംഗ് ക്വസ്റ്റ്യൻ ആണ്. R square to R square. For function if runs from R square to R, അതായത് R square നിന്ന് R ആയിട്ട് റെഡ്യൂസ് ചെയ്യാണ് ചെയ്ത്, has a continuous second partial differential derivatives everywhere, then the mixed partials dou square f by dou x dou y and dou square f by dou y dou x are equal. ഇത് രണ്ടും ഈക്വൽ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് ട്രൂ ഓർ ഫോൾസ് ആണോ എന്നുള്ളത് സ്റ്റേറ്റ് ചെയ്യണം. അപ്പൊ ട്രൂ ആണോ ഫോൾസ് ആണോ പറയുന്നതിന്റെ കൂടെ ജസ്റ്റിഫൈയും കൂടെ ചെയ്യണം. ഞാൻ അതാണ് പറഞ്ഞത്, 2 മാർക്സിന്റെ ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. പിന്നെ എവറി ലെബസ്ക്യൂ ഇന്റഗ്രബിൾ ഫംഗ്ഷൻ ഇസ് ഓൾസോ റെയ്മാൻ ഇന്റഗ്രബിൾ ഓൺ സെയിം ഡൊമൈൻ. അതായത് റെയ്മാനിലും ഇന്റഗ്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റും, സെയിം ഡൊമൈൻ ആണ് എന്നുണ്ടെങ്കിലും. ഡൊമൈൻ സെയിം ആണെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്യാം. ലെബസ്ക്യൂ ഇന്റഗ്രൽ എന്ന് വന്നതാണ്. ഫോറിയർ ട്രാൻസ്ഫോർമേഷൻ ഓഫ് എ കണ്ടിന്യൂസ് ബൗണ്ടഡ് അബ്സല്യൂട്ട്ലി ഇന്റഗ്രബിൾ ഫംഗ്ഷൻ ഓൺ ആർ ഇസ് യൂണിഫോംലി കണ്ടിന്യൂസ്. ഫോറിയർ സീരീസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഇത് 2 to 6 ആണ് ഈ പറഞ്ഞതുപോലെ. ഇനി 4 എന്ന് പറഞ്ഞ നേരത്തെ കാറ്റഗറിയിൽ വന്നത്. ലെറ്റ് എക്സ് കോമ ഡി ബി എ മെട്രിക് സ്പേസ് ഓൺ xn, set xn, a sequence in x such that every subsequence of xn has a further subsequence converging to x element of x. Prove that xn converges to x. 3 marks question ആണ് അത്. അതിന്റെ എ പാർട്ട് ആണത്. ബി പാർട്ടിൽ വരുന്നത് ഇതുപോലെ ഒരു മാപ്പിംഗ് ക്വസ്റ്റ്യൻ ആണ്. R cube to R ആണ്. ഡിഫൈൻഡ് ബൈ f of x y z x square y plus y z plus e raised to x z. Find the directional derivative of f at point 1 0 1 1 0 2 in the direction of the vector 2 1 2. അതായത് 1 0 1 നിന്ന് 2 1 2 മാപ്പിംഗ് ചെയ്യുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്സ് ക്വസ്റ്റ്യൻ ആണത്. ഇനി prove that the set 0 1 union of 1 2 is not connected in the R with the usual metric ഇത്. അപ്പൊ ആ മെട്രിക് കണക്റ്റഡ്നെസ്സിൽ വരുന്നതാണ് ക്യാപിറ്റൽ ആർ എന്ന് പറയുന്ന ആ ഒരു മെട്രിക്സിൽ വരുന്നതാണ്. ഇത് നമ്മുടെ ടൈപ്പ് എറർ വന്നിരിക്കുന്നതാണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ആൻഡ് പ്രൂവ് ദ ഇംപ്ലിസിറ്റ് ഫംഗ്ഷൻ തിയറം ഫോർ ഫംഗ്ഷൻസ് ഓഫ് 2 വേരിയബിൾസ്. 2 വേരിയബിൾ ഫംഗ്ഷന്റെ ഇംപ്ലിസിറ്റ് അല്ലെങ്കിൽ ഇൻവേഴ്സ് ഫംഗ്ഷൻ ഡയറക്റ്റ് പ്രൂവ് ദാറ്റ് ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഫോർ എ ഫംഗ്ഷൻ g of xy is equal to x square plus 3y square minus 6x plus 8y, find and classify all the stationary point. അതിന്റെ മാക്സിമം ഈ മാക്സിമം മിനിമ ലഗ്രാഞ്ച് പോയിന്റ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ക്രിട്ടിക്കൽ പോയിന്റ് ഇവാലുവേഷൻ ക്വസ്റ്റ്യൻ ആണ്. ഇനി എ സബ്സെറ്റ് ഓഫ് ആർ ബി സച്ച് ദാറ്റ് ഔട്ടർ മെഷർ m of a is equal to 0. ഷോ ദാറ്റ് a is a Lebesgue measurable. A Lebesgue measurable ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇനി ഷോ ദാറ്റ് ദ കണ്ടിന്യൂസ് ഇമേജ് ഓഫ് ദ compact metric spaces compact. Provide an example using function f of x is equal to cos x on the interval 0 pi. Compactness എന്ന് പറഞ്ഞ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ give the sequence of function f of n is equal to sin n of x by sin n 0 to 2 pi. Prove or disapprove. പ്രൂവ് ചെയ്യാനോ ഡിസപ്രൂവ് ചെയ്യാനോ ആണ് ചോദിച്ചിരിക്കുന്നത്. പിന്നെ എഫ് ഓഫ് എൻ എസ് ലെബസ്ക്യൂ ഇന്റഗ്രൽ 0 to 2 pi എന്ന് പറയുന്നത്. പിന്നെ ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ലെബസ്ക്യൂ ഇന്റഗ്രൽ വന്നിരിക്കുന്നതാണ് ഈ ഒരു ഫംഗ്ഷൻ ഇന്റഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഡിഫൈൻ എ ടൈം വേരിയന്റ് സിസ്റ്റം സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിന് ക്വസ്റ്റ്യൻ വരുന്ന പറഞ്ഞിട്ടുണ്ടായില്ലേ, ആ ഒരു ക്വസ്റ്റ്യൻ ആണ്. ടി ഓഫ് എഫ് ഓഫ് ടി ഇസ് ഈക്വൽ ടു എഫ് ഓഫ് ടി മൈനസ് 2s ടൈം ഇൻവേരിയന്റ് എന്ന് പറഞ്ഞിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് ചോദിച്ചിരിക്കുന്നത്. പിന്നെ കോമ്പാക്ട്നെസ് എന്ന് പറഞ്ഞാൽ പ്രൂവ് ദാറ്റ് എവറി ഫൈനൈറ്റ് യൂണിയൻ ഓഫ് കോമ്പാക്ട് സെറ്റ് ഇൻ മെട്രിക് സ്പേസ് ഇസ് കോമ്പാക്ട് ബട്ട് ദെൻ ഇൻഫിനിറ്റ് യൂണിയൻ നീഡ് നോട്ട് ടു ബി എന്ന് പറയുന്ന എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കാനായിട്ട്. പിന്നെ ലഗ്രാഞ്ചർ മൾട്ടിപ്ലയറിൽ നിന്ന് വേറൊരു ക്വസ്റ്റ്യൻ ഇതുപോലെ തന്നെ നമ്മൾ എക്സ്ട്രീമം വാല്യൂ ഒരു ഇക്വേഷൻ ആയിട്ട് തന്നിട്ട് നിങ്ങളുടെ അടുത്ത് എക്സ്ട്രീമം വാല്യൂ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് പറഞ്ഞിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മുടെ യൂഷ്വൽ ഫൊറിയർ ട്രാൻസ്ഫോർമേഷന്റെ ഒരു ക്വസ്റ്റ്യൻ, അതായത് ഒരു ഫൊറിയർ സീരീസ് ട്രാൻസ്ഫോം തന്നിട്ടുണ്ട്, നമ്മളോട് അത് ട്രാൻസ്ഫോം ചെയ്യാൻ പറഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്.
പിന്നെ ഉള്ളതെന്ന് പറയുന്നത് ഫോർ ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഫംഗ്ഷൻസ് ഡിറ്റർമൈൻ വെദർ ദ ലെബസ്ക്യൂ ഇന്റഗ്രൽ എക്സിസ്റ്റ് ഓൺ ദ ഇന്റർവൽ 0 1 0 1 0 1. ആ സെറ്റിൽ അത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ളത്. എഫ് ഓഫ് എക്സ് ഇസ് ഈക്വൽ ടു ഈ ഒരു ഇൻഡിക്കേറ്റർ ഫംഗ്ഷൻ റാഷണൽസ് യൂസ് ചെയ്തിട്ട് പറഞ്ഞിരിക്കുന്നതാണ്. അത് ലെബസ്ക്യൂ ഇന്റഗ്രൽ എന്ന് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. പിന്നെ നമ്മുടെ മെട്രിക് സ്പേസസ് എന്ന് വന്ന ക്വസ്റ്റ്യനും ഫൊറിയർ സീരീസ് ആൻഡ് ട്രാൻസ്ഫോർമേഷൻ. അപ്പൊ നിങ്ങളോട് ഇപ്പൊ നോക്കാൻ പറഞ്ഞിട്ടുള്ള എല്ലാ ഏരിയാസിൽ നിന്നുള്ള ഒരു പ്രെഡിക്റ്റീവ് ക്വസ്റ്റ്യൻ പേപ്പർ ആണ് നമ്മളിവിടെ അനാലിസിസ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പോ എല്ലാ ക്വസ്റ്റ്യൻസും ഇപ്പൊ പറഞ്ഞതുപോലെ തന്നെ ഹൈ പ്രയോറിറ്റി ലിസ്റ്റിലുള്ളത് ഹൈ പ്രയോറിറ്റി ലിസ്റ്റ് പോലെ തന്നെ ട്രീറ്റ് ചെയ്ത് അത് നല്ലപോലെ പഠിക്കുക. അതിനുള്ള ക്വസ്റ്റ്യൻസ് ചെയ്ത് നോക്കുക. നിങ്ങൾ ടോപ്പിക്ക് പഠിക്കുന്നത് പോലെ തന്നെ ക്വസ്റ്റ്യൻസ് മനസ്സിലാക്കുക. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിരിക്കുന്നത് ഇന്നതിനാണ് എന്നുള്ളത് മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ടോപ്പിക്കിനെ പറ്റിയിട്ട് നല്ലൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവണം. അപ്പൊ ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് ആദ്യം നിങ്ങൾ ഉണ്ടാക്കിയെടുക്കുക. ദെൻ ഗോ ഫോർ സോൾവിങ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതുപോലെ സോൾവ് ചെയ്ത് പഠിക്കുക. നല്ലപോലെ സോൾവ് ചെയ്ത് കുറച്ച് കോൺഫിഡന്റ് ആയി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത് സോൾവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് സോൾവ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞിരിക്കുന്ന ടോപ്പിക്സ് വിടാതെ പഠിക്കുക. ബ്ലോക്ക് 3 നല്ല ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ബ്ലോക്ക് 3, ബ്ലോക്ക് 1, ബ്ലോക്ക് 2 ഒക്കെ ഈക്വലി ഇമ്പോർട്ടന്റ് ആണ്. അതിൽ ബ്ലോക്ക് 3 കുറച്ചും കൂടെ കൂടുതലായിട്ട് നോക്കുക. അപ്പോ നല്ല രീതിക്ക് എക്സാം എഴുതി നല്ല മാർക്ക് പുൾ ഓഫ് ചെയ്യാനായിട്ട് നിങ്ങൾക്ക് പറ്റട്ടെ. സോ ഓൺ ബിഹാഫ് ഓഫ് ദ ഹോൾ ലേൺവൈസ് ടീം ഐ എം ഗിവിംഗ് യു ആൻ ഓൾ ദി ബെസ്റ്റ്. സോ താങ്ക് യു.